Dear students, current electricity എന്ന ചാപ്റ്ററിലെ NCERT എക്സസൈസ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. വി ക്യാൻ ഗോ വിത്ത് ദ നെക്സ്റ്റ് വൺ. ഒരു നമ്മുടെ ക്രിച്ചോഫ്സ് ലോയുടെ ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിൻ ദ കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നമുക്കിവിടെ 10 വോൾട്ട് ഒരു സെല്ല് തന്നിട്ടുണ്ട് വിത്ത് റെസിസ്റ്റൻസ് 10 ഓം. അപ്പോൾ നമുക്ക് ഐ എന്ന് പറയുന്ന ഒരു ടോട്ടൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. വി ക്യാൻ ഇതിനെ നമുക്ക് രണ്ട് കറണ്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് I1 ആൻഡ് I2. സോ അത് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു നെക്സ്റ്റ് 2 ആംസ് I3 ആയിട്ടും ഇവിടെ നമുക്ക് അതിനെ I1 മൈനസ് I3 ആയിട്ട് നമുക്ക് എടുക്കാം. അത് ബി സിയിലേക്കുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ വീണ്ടും I3യും ദാറ്റ് I2വും കൂടി ചേർന്നാണ് പോകുന്നത്. വി ക്യാൻ സേ ദാറ്റ് I2 പ്ലസ് I3. അപ്പോൾ നമുക്ക് ക്രിച്ചോഫ്സിൻ്റെ രണ്ടാമത്തെ നിയമം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിന് വേണ്ട നൊട്ടേഷൻസ് നമുക്ക് കൊടുക്കാം. സോ ഹിയർ ഇവിടെ നമുക്കറിയാം എ ബി that is a C, and this point we can treat as a D, and then അതോടൊപ്പം നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ് ആണ് that is F this one G. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ലൂപ്പ് എന്ന് പറയുന്നത് for A B D A, so that is the concept. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ലൂപ്പ് എന്ന് പറയുന്നത് എ ബി ഡി എ. ആ ഒരു ലൂപ്പിൽ വരുമ്പോൾ നമ്മൾ സ്വാഭാവികപരമായിട്ടും ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മോഷൻ നമ്മൾ നടത്തിയാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ കൺവെൻഷനലി മൈനസ് സൈൻ ആയിട്ടായിരിക്കും എടുക്കുക. സോ റെസിസ്റ്റൻസ് ഇൻ ടു ദാറ്റ് കറണ്ട് ത്രൂ ഇറ്റ് അറ്റ് ഈസ് മൈനസ് 10 ഇൻറ്റു I1. അടുത്ത് നമുക്ക് വേണ്ടത് 5 ഓമിലേക്കാണ്, പക്ഷെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I3 ആണ്, അതേ ഡയറക്ഷനാണ്. സോ 5 ഇൻറ്റു I ഇൻറ്റു 3 പ്ലസ് അടുത്ത് വേണ്ടത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് 5 ആണ്. സോ 5 ഇൻറ്റു I2. സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മൈനസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇറ്റ് ബിക്കംസ് 10 I1 പ്ലസ് 5 I3 മൈനസ് 5 I2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ 5 കൊണ്ട് കൂടെ ഡിവൈഡ് ചെയ്താൽ ദാറ്റ് ഈസ് 2 I1 പ്ലസ് I3 മൈനസ് I2 ഈക്വൽ ടു 0. സോ വി ക്യാൻ ട്രീറ്റ് ആസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത് നമ്മൾ സിമിലർ ആസ്പെക്റ്റിലൂടെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യണം. സോ വി ക്യാൻ മൂവ് ത്രൂ ദ ദാറ്റ് ഈസ് ബി സി ഡി ബി എന്ന് പറയുന്ന ലൂപ്പിലൂടെ നമ്മൾ മൂവ് ചെയ്താൽ അവിടെ നമുക്ക് ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് I1 മൈനസ് I3 5 ഓമിലൂടെ ലോവർ പൊട്ടൻഷ്യലിലേക്ക്. സോ മൈനസ് ഓഫ് ദാറ്റ് ഈസ് 5 ഇൻറ്റു I1 മൈനസ് I3. പിന്നെ നമ്മൾ വരുമ്പോൾ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ I2 പ്ലസ് നമ്മുടെ I3യുടെ കോമ്പിനേഷൻ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കണം. സോ 10 ഇൻറ്റു ദാറ്റ് I2 പ്ലസ് I3 ദാറ്റ് മച്ച്. ഇനി നമുക്ക് 5 ഓം ആണ്, അവിടെയും ഓപ്പോസിറ്റ് ആയിട്ടാണ്. സോ 5 ഇൻറ്റു I3 ദാറ്റ് മസ്റ്റ് ഈക്വൽ ടു 0. സോ ദാറ്റ് ഈസ് രണ്ടാമത്തെ കേസായിട്ട് നമുക്ക് വന്നത്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഈ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ ഗ്രൂപ്പ് മാറ്റിയാൽ 5 I1 പ്ലസ് 5 I3 പ്ലസ് 10 I2 പ്ലസ് 10 I3 പ്ലസ് 5 I3 ദാറ്റ് മച്ച് ഈസ് ഈക്വൽ ടു 0. സോ അങ്ങനെ വരുമ്പോൾ ഒന്ന് സോൾവ് ചെയ്താൽ ദാറ്റ് ഈസ് മൈനസ് 5 I1 പ്ലസ് നമ്മുടെ I2 we can that is equal to 10 I2 that is I3 5 plus 10 plus 5. So that is equal to plus 20 I3 equal to 0. അപ്പോൾ നമ്മൾ 5 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് ഇസ് ഈക്വൽ ടു അതോടൊപ്പം ഒരു മൈനസ് സൈനും കൂടെ എടുത്താൽ സോ ബിക്കംസ് I1 പ്ലസ് മൈനസ് 2 I2 മൈനസ് 4 I3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 3 വേരിയബിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഉറപ്പായിട്ട് നമുക്ക് മിനിമം 3 റിലേഷൻസ് നമുക്ക് വേണ്ടി വരും.
സോ അതിന് നമുക്ക് മൂന്നാമത്തെ റിവേഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് ഫോർ ദ ലൂപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ ദ ലൂപ്പ് എ ബി സി എഫ് ജി എ അത് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ എ ഡി സി എഫ് ജി അപ്പോൾ ഏതെങ്കിലും ഒരു ലൂപ്പ് മതി. നമുക്ക് ഈ രണ്ടാമത്തെ ലൂപ്പ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. എ ഡി സി അപ്പം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സ്വാഭാവികപരമായിട്ടും നമുക്ക് I2ൻ്റെ അതേ ഡയറക്ഷനിലായതുകൊണ്ട് -5 × I2 പിന്നെ നമുക്ക് 10ഉമായിട്ടാണ് ചേർന്ന് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഓർക്കേണ്ടത് രണ്ട് കോമ്പിനേഷൻസ് ആണ്. I2 + I3 വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സെല്ലാണ്, അവർ ലോവർ ടു ഹയർ പൊട്ടൻഷ്യലാണ്. സോ 10 എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. പിന്നെ ടോട്ടൽ കറണ്ട് 10 ഓമിലേക്കാണ്, പക്ഷെ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് 10 × I. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ സോ വി ഗെറ്റ് ദ ഇക്വേഷൻ ആസ് 10I1 plus 25I2 plus 10I3 that is equal to 10. അപ്പോൾ നമ്മൾ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ 2I1 plus 5I2 plus 2I3 എന്ന് പറയുന്നത് 2 ആയിട്ട്. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഈ മൂന്ന് റിലേഷൻസും നമ്മൾ ഒരുമിച്ച് നമുക്കൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്നത് we get the value for I1, so that is equal to 4/17a, and we get for I2 that is equal to 6/17a, and I3 that is equal to -2/17a. അപ്പോൾ അത് ബേസ് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലേ, നമുക്ക് എ ബിയിലുള്ള കറണ്ട് കിട്ടിക്കഴിഞ്ഞു, ദാറ്റ് ഈസ് I1 അല്ലേ. കറണ്ട് അക്രോസ് എ ബി ദാറ്റ് ഈസ് I1 നമുക്ക് ഓക്കെയാണ്. പിന്നെ നമുക്ക് കറണ്ട് അക്രോസ് ബി ഡി ഓക്കെയാണ്, ദാറ്റ് ഈസ് I3 ആക്ച്വലി. ആൻഡ് കറണ്ട് അക്രോസ് എ ഡി സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു I2 നമുക്ക് അതും കിട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് നമുക്ക് ദാറ്റ് ബി സി കറണ്ട് അക്രോസ് ബി സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് I1 - I3 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടുമ്പോൾ 6/17a എന്ന് നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ വി നീഡ് ദ വാല്യൂ ഫോർ ഐ ഡി സി. അപ്പോൾ ഐ ഡി സി എന്ന് പറയുമ്പോൾ I2 + I3 എന്ന് നമുക്കറിയാം, ദിസ് വൺ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു 4/17a. അതോടൊപ്പം ദ ടോട്ടൽ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു I1 + I2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10/17a. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബോർഡ് പരീക്ഷയ്ക്ക് ഇതുപ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 10. ഇൻ എ മീറ്റർ ബ്രിഡ്ജ് ദ ബാലൻസ് പോയിന്റ് ഈസ് ഫൗണ്ട് ടു ബി 39.5 cm ഫ്രം ദ എൻ ടു എ. When the resistor Y is of 12.5 ohm, determine that X, Y are the connections between resistors in a V-stone or beater bridge made of thick copper strips. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പ്രിൻസിപ്പിൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് V-stone ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ നമുക്കറിയാം എക്സ് ദാറ്റ് ഡിവിഷൻ ബൈ വൈ എന്ന് പറയുന്നത് എയിൽ നിന്നുള്ള ലെങ്ത് L1 ആയിട്ട് നമുക്കറിയാം, ദാറ്റ് ഈസ് 39.5 ബൈ ദാറ്റ് 100 - L1 എന്ന് പറയുമ്പോൾ 100 - 39.5 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 39.5 ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈ 16.5. So we get the equation for x is equal to that 39.5 by 60.5 into that y. Y എന്ന് പറയുന്നത് it is given as 12.5 ohm. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ we get the answer as 8.16 ohm. So that is the concept there. അടുത്ത രണ്ടാമത് അതിനകത്തൊരു പാരലൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് why we are using the thick copper strips. അത് ഒരു പരിധിവരെ കണക്റ്റിംഗ് വയസ്സായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്കറിയാം എൻഡ് കറക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അത് കൊടുക്കുന്ന റെസിസ്റ്റൻസ് നമ്മൾ തിക്ക് സ്ട്രിപ്സ് എടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിൻ്റെ റെസിസ്റ്റൻസ് കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരും. അത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അടുത്ത ബി ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കൺസെപ്റ്റ് ഡിറ്റർമിൻ ദ ബാലൻസ് പോയിന്റ് ഓഫ് ദ ബ്രിഡ്ജ് എബവ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻ്റർചേഞ്ച്ഡ്. അപ്പോൾ എക്സ് വൈയിലേക്കും വൈ എക്സിലേക്കും വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാലൻസിൽ ലെങ്ത്തും ഇൻ്റർചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്രം എ ഫോർ ഇൻ്റർചേഞ്ച് നടത്തി കഴിയുമ്പോൾ
എയിൽ നിന്നുള്ള ബാലൻസ് ലെങ്ത് എന്ന് പറയുന്നത് 60.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ദെൻ what happens if the galvanometer and the cell are interchanged at the balance point of the bridge? Would the galvanometer show any current? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ആപ്ലിക്കേഷൻ ആണല്ലോ നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ഒരു ബാലൻസ് നമ്മളൊരു കണ്ടീഷൻ ആദ്യം എടുക്കുക. നമ്മുടെ വീസ്റ്റോൺ ബ്രിഡ്ജ്, ഗാൽവനോമീറ്റർ, നമ്മുടെ PQ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. പിന്നെ നമ്മുടെ സെല്ല് നമ്മൾ കണക്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദാറ്റ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പിളിനുള്ളിൽ നമ്മൾ ഗാൽവനോമീറ്ററും ഈ സെല്ലും നമ്മൾ പരസ്പരം ഇൻ്റർചേഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്താൽ വീണ്ടും അത് ബാലൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഗാൽവനോമീറ്റർ. സോ ഒരിക്കലും ആ ബാലൻസ് പോയിൻറ്റിന് വ്യത്യാസം വരില്ല. സോ ദർ ഈസ് നോ ചേഞ്ച് ഹാപ്പൻഡ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 11. A storage battery of EMF 8 volt and internal resistance 0.5 ohm being charged by a 120 volt DC supply using a series resistor of 15.5 ohm. What is the terminal voltage of the battery during charging? What is the purpose of having a series resistor in the charging circuit? അപ്പോൾ നമുക്ക് ആ സർക്യൂട്ട് ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു 8 വോൾട്ട് ഈസ് ദേ, 8 വോൾട്ട്. അവനൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് 0.5 ഓം. അത് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് 120 വോൾട്ട് ആണ്. So it is connected to an external resistance that is given as 15.5 ohm. So that is the structure. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ക്രിച്ചോഫ്സിൻ്റെ നിയമം നമ്മൾ സിമ്പിളായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ വി ക്യാൻ സേ, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പോയെന്ന് വിചാരിക്കുക. അപ്പോൾ 120 ദാറ്റ് ഈസ് ഫ്രം ഹയർ ടു ലോവർ ആണ്. സോ -8 that is minus I into that 0.5. നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുന്നത് കൊണ്ട് വീണ്ടും മൈനസ് I into 15.5 ohm. So that must be equal to 0. അപ്പോൾ നമുക്ക് 120 minus 8 എന്ന് പറയുമ്പോൾ 112. So that is equal to, ഇത് രണ്ടും നമ്മൾ അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോയാൽ 0.5I plus that 15.5I. So that is equal to 16I. അത് പ്രകാരം നമുക്ക് I കണ്ടുപിടിച്ചാൽ 112 by 16 നമുക്ക് കിട്ടും ആൻസർ ആസ് 7 ആംപിയർ. സോ നമ്മൾ അതിൻ്റെ പകുതി പാർട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത് വേണ്ടത് വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ്. എന്താണ് നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി ഡ്യൂറിങ് ചാർജിങ്. അപ്പോൾ ഡ്യൂറിങ് ചാർജിങ് എന്ന് പറയുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ വ്യത്യാസമാണെന്നുള്ള കാര്യം ആദ്യം നമ്മുടെ മനസ്സിൽ വരട്ടെ. സോ നമുക്ക് V is equal to ഈ മൈനസിന് പകരം നമ്മൾ പ്ലസ് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ EMF ഇവിടെ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്കറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 8 ആണ്. ദെൻ പ്ലസ് ഇൻറ്റു കറണ്ട് വി നോ ഇറ്റ് ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0.5 ആണ്. സോ 8 പ്ലസ് ദാറ്റ് 3.5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 11.5 വോൾട്ട്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹാവിങ് എ സീരീസ് റെസിസ്റ്റർ ഇൻ ദ സർക്യൂട്ട്. അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ട ആൻസർ എന്ന് പറയുന്നത് എ സീരീസ് റെസിസ്റ്റർ in a charging circuit limits the current from the external source. So this current will be extremely high in its absence. അത് നമ്മുടെ ഈ സർക്യൂട്ടിനെ ഡാമേജ് ആക്കാൻ കാരണമാണ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് സീരീസ് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 12. In a potentiometer experiment,
A cell of that EMF 1.25 volt gives a balance point at 35 centimeter length of the wire. If the cell is replaced with another cell, the balance shift to that 63 centimeter. അപ്പോൾ ഉറപ്പായിട്ടും കൂടുതൽ ഇ എം എഫ് ഉപയോഗിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. വാട്ട് ഈസ് ദ ഇ എം എഫ് ഓഫ് ദ സെക്കൻഡ് സെൽ? നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ ബേസ് ചെയ്താൽ E1/E2 എന്ന് പറയുന്നത് L1/L2 ആയിട്ട് നമുക്കറിയാം. സോ അത് ബേസ് ചെയ്തിട്ട് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഫോർ E2 is equal to E1 into that L2/L1. So that is equal to 1.25 into that 63 division by 35. And we get the answer as 2.25 volt. So that is the answer. So we can move with the question number 13. The number density of free electrons in a copper that is given as is equal to 8.5 into 10 to the power of 28. How long does an electron take to drift from one end of a wire 3 meter long to its other length? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര സമയം എടുക്കും എന്നാണ്. ഏരിയ ക്രോസ് സെക്ഷൻ ദാറ്റ് ഈസ് ഗിവൻ ആസ് 2 into 10 to the power of -6 meter square ആൻഡ് ഇറ്റ് ഈസ് ക്യാരിങ് എ കറണ്ട് ഓഫ് 3 ampere. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്കറിയാം ദ കറണ്ട് വി ക്യാൻ റൈറ്റ് ടു ബി NEA ഇൻറ്റു ദ ഡ്രിഫ്റ്റ് സ്പീഡ്. അത് ബേസ് ചെയ്ത് നമുക്ക് ഈസിയോടെ നമുക്ക് ഡ്രിഫ്റ്റ് സ്പീഡ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് I division by NEA. സോ I എന്ന് പറയുന്നത് 3 ampere ആണ്. ദ ഡിവിഷൻ ബൈ 8.5 into 10 to the power of 28 into ഈ ചാർജ് എന്ന് പറയുന്നത് 1.6 into 10 to the power of -19 into 2 into 10 to the power of -6. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് ഇസ് ഈക്വൽ ടു 1.103 into 10 to the power of -4. സോ ദാറ്റ് മച്ച് മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ഇവിടെ പറയുന്നത് എൽ ലെങ്ത് ഓഫ് ദ വയർ ട്രാവൽ ചെയ്യേണ്ടതാണെങ്കിൽ വിത്ത് ആൻ ആവറേജ് സ്പീഡ് VD ആണെങ്കിൽ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് 3 meter ലെങ്ത് ബൈ ദറ്റ് ഡ്രിഫ്റ്റ് സ്പീഡ് ആസ് 1.103 into 10 to the power of -4. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 27200 സെക്കൻഡ്. അതിന് നമ്മൾ മിനിറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 60 ഇടുമ്പോൾ 453.33 മിനിറ്റ് എന്ന് നമുക്ക് പറയാം. വീണ്ടും അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we get 7.55 hour. So that's the situation. So we can move with the next one as 14. The earth surface has a negative surface charge density of 10 to the power of -9. So sigma that is given as is equal to 10 to the power of -9 coulomb meter raised to -2. The potential difference of 400 kilowatt between the top of the atmosphere and the surface results in a current of only 1800 ampere over the entire globe. അപ്പോൾ ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ളത് ആണ് ഇവിടെ പറയുന്നത്. അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 400 kilovolt. പക്ഷെ അവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 1800 ampere ആണ്. If there were no mechanism of sustaining atmospheric electric field, how much time would be required to neutralize the Earth's surface? So that is we need to find it. അപ്പോൾ നമുക്ക് ഇവൻ ആ റേഡിയസ് ആണ് എർത്തിനുള്ളതെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into r². നമുക്ക് റേഡിയസ് ഓഫ് എർത്ത് നമുക്ക് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 6.37 into 10 to the power of 6. ദാറ്റ് മച്ച് സ്ക്വയർ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 509.65 into 10 to the power of 12 meter square. അപ്പോൾ നമുക്കറിയാം ദ സിഗ്മ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ചാർജ് ഡിവിഷൻ ബൈ ഏരിയ. അപ്പോൾ അവിടെയുള്ള ചാർജ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം സിഗ്മ ഇൻറ്റു എ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 to the power of -9. So keep in mind 10 to the power of -9 into 509.65 into 10 to the power of 12. അപ്പോൾ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5.096 into 10 to the power of 5 coulomb. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഫ്ലോ ചെയ്യാൻ ഉപയോഗിക്കുന്ന കറണ്ട് നമുക്കറിയാം 1800 ആംപിയർ കറണ്ടേ വരുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാം ചാർജ് എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈമായിട്ട് എടുത്തൂടെ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം എന്ന് പറയുന്നത് ചാർജ് ഡിവിഷൻ ബൈ ഐ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.096 ഇൻറ്റു 10 to the power of 5 division by that 1800. So that is equal to, on solving, 283.11 seconds. So that is the time. So we can move with the next one, number 15. 6 LED lead acid type secondary cells, each of EMF 2 volt and internal resistance 0.015, are joined in series to provide a supply to a resistance of 8.5 ohm. What is the current drawn from the supply and its terminal voltage? A secondary cell after long use has an EMF of 1.9 volt and a large internal resistance of 380 ohm. What maximum current can be drawn from the cell? Could the cell drive the starting motor of a car? അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. അവിടെ നമുക്ക് 6 സെൽസ് ആണ് നമുക്ക് പറയുന്നത്. അതിൻ്റെ EMF എന്ന് പറയുന്നത് 2 വോൾട്ട് ആണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.01 ഓം ആണ്. അപ്പോൾ അതിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത് 8.5. അപ്പോൾ അവിടുത്തെ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കൺസെപ്റ്റ് നമുക്കറിയാം, NE ഡിവിഷൻ ബൈ R പ്ലസ് R/N. ഇപ്പോൾ സീരീസ് കോമ്പിനേഷനുള്ള കൺസെപ്റ്റ് ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ വി ക്യാൻ റൈറ്റ് 6 ഇൻറ്റു ദാറ്റ് 2 ഡിവിഷൻ ബൈ ദാറ്റ് 8.5 പ്ലസ് 6 ഇൻറ്റു ദാറ്റ്. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് NR എന്നുള്ള കാര്യം ഓർക്കണേ. 6 ഇൻറ്റു ദാറ്റ് 0.015. So that is equal to, on solving, we get the value 1.397 ampere. So that is a concept. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്കിനി ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടെ കണ്ടുപിടിക്കണം. സോ വി ഇസ് ഈക്വൽ ടു I ഇൻറ്റു ആർ അല്ലേ. സോ I എന്ന് പറയുന്നത് 1.397 ആണ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 8.5 ആണ്. സോ വി ഗെറ്റ് ദ ആൻസർ ഇസ് 11.87 വോൾട്ട്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് അവിടെ തീർന്നിരിക്കുകയാണ്. രണ്ടാമത്തെ പാർട്ട് പറയുന്നത് എ സെക്കൻഡറി സെൽ ആഫ്റ്റർ ലോങ് യൂസ് ഹാസ് ആൻ EMF ഓഫ് 1.9 വോൾട്ട്. ലാർജ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതെന്നാണ് അവിടെ ഉത്തരമാകുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഉറപ്പിച്ച് പറയാം, I ഇസ് ഈക്വൽ ടു NE ബൈ R നെഗ്ലക്റ്റ് ചെയ്താൽ അവിടെ ഉറപ്പിച്ച് ഉത്തരം നമുക്ക് കിട്ടും E/R എന്ന് പറയുമ്പോൾ അത് 1.9 ആണ് അവിടുത്തെ വോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 380 ആയി മാറിയാൽ റഫ്ലി വി ഗെറ്റ് ദ വാല്യൂ 5 × 10 to the power of -3 ആംപിയർ ഓർ 5 മില്ലി ആംപിയർ. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് മാക്സിമം കറണ്ട് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ സെൽ. ഓക്കെ, കുഡ് ദ സെൽ ഡ്രൈവ് ദ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഓഫ് എ കാർ. അപ്പോൾ സാധാരണ രൂപത്തിൽ ലാർജ് കറണ്ട് ഈസ് റിക്വയർഡ് ടു സ്റ്റാർട്ട് ദ മോട്ടോർ. സോ നമ്മൾ ഒത്തിരി ലോങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സിംഗിൾ സെല്ലിൻ്റെ കറണ്ട് മാത്രമേ അവിടെ പുറപ്പെടുവിക്കുന്നുള്ളൂ. അതുകൊണ്ട് വി കനോട്ട് ബി യൂസ്ഡ്, ഇറ്റ് കനോട്ട് be used to start a motor. So that is a concept. So we can move with the next concept as 16. Two wires of equal length. So it is given one of aluminum and the other of copper have the same resistance. എന്ന് പറയുമ്പോൾ LAL it should equal to LCU. അതോടൊപ്പം റെസിസ്റ്റൻസ് ഓഫ് AL is equal to റെസിസ്റ്റൻസ് ഓഫ് കോപ്പർ. വിച്ച് ഓഫ് ടു വയേഴ്സ് ഈസ് ലൈറ്റ്. അപ്പോൾ മാസിൻ്റെ കമ്പാരിസൺ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ ടു ഡെൻസിറ്റിയാണ്. വോളിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏരിയ ഓഫ് ദി ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡി അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് കേസസ് ആയിട്ട് എടുക്കുമ്പോൾ മാസ് ഓഫ് കോപ്പർ ബൈ മാസ് ഓഫ് അലുമിനിയം എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദ കോപ്പർ ബൈ ഏരിയ ഓഫ് അലുമിനിയം, ലെങ്ത് ഓഫ് കോപ്പർ ബൈ ലെങ്ത് ഓഫ് അലുമിനിയം, ഡെൻസിറ്റി ഓഫ് കോപ്പർ ബൈ ഡെൻസിറ്റി ഓഫ് അലുമിനിയം.
അപ്പോൾ നമുക്കറിയാമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കേസ് ലെങ്ത് ഇവിടെ സെയിം ആണ്. അതോടൊപ്പം തന്നെ റെസിസ്റ്റൻസ് സെയിം ആണ് എന്ന് പറയുമ്പോൾ റോ ഇൻറ്റു എൽ ബൈ എ അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഏരിയ എന്ന് പറയുമ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ടു ബി റോ ഇൻറ്റു എൽ ബൈ ആർ ആണ്. അവിടെ ആറും ലെങ്തും സെയിം ആണ് അല്ലേ. അപ്പോൾ ഏരിയ കറസ്പോണ്ടിങ്ങിലി ആരായിട്ട് മാറും? റെസിസ്റ്റിവിറ്റി ആയിട്ട് മാറും. സോ റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ ബൈ റെസിസ്റ്റിവിറ്റി ഓഫ് അലുമിനിയ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് കോപ്പർ ബൈ ഡെൻസിറ്റി ഓഫ് അലുമിനിയ. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയേ. നമ്മുടെ റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 1.72 into 10 to the power of minus 8 division by that 2.63 that much into 10 to the power of minus 8 into that density for that copper that is given as 8.9 by that aluminum, it is equal to 2.7. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2.1558. റഫ്ലി വി ക്യാൻ സേ ആസ് 2.8. സോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ദാറ്റ് അലുമിനിയം ദാറ്റ് ഈസ് ലൈറ്റ്. സോ ഇറ്റ് ഈസ് പ്രിഫേർഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കേബിൾ ആയിട്ട് നമുക്കതിനെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മൾ ലൈറ്റർ മെറ്റീരിയൽ യൂസ് ചെയ്തില്ലെങ്കിൽ heavy cables കാരണം it may be sagged down due to their own weight. So that is the advantages of aluminium. That is very important. So dear students, നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തു. We can wait for the next video. Take care. God bless you.